ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് സെയ്ദ് അലവി. ഞാനിവിടെ യൂണിറ്റി വുമൻസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ചിട്ടുള്ള FAGP കോഴ്സിൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടി ഓഫർ ചെയ്യുന്ന MDC കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഈ കോഴ്സിൻ്റെ പേരെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നതാണ്. നമുക്കറിയാം, ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തെയും ഗവൺമെന്റിനെയും നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഭരണഘടനയാണ്. ഗവൺമെന്റും ജനങ്ങളെല്ലാം തന്നെ ഭരണഘടനയ്ക്കനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ പഠനം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ കോഴ്സ് പ്രധാനമായിട്ടും 4 മൊഡ്യൂളായിട്ട് ഡിവൈഡഡ് ആണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ചില അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചെടുത്തിട്ടുള്ള പ്രക്രിയ എന്താണ്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, അതിൻ്റെ ഒരു എവല്യൂഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കും. സവിശേഷതകൾ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ കുറിച്ച് നമ്മൾ പഠിക്കും. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചിട്ട് പറയുന്ന, ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ നേച്ചറിനെ കുറിച്ച് പറയുന്ന വളരെ ചെറിയൊരു ഭാഗമാണ് ഭരണഘടനയുടെ. രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തുടങ്ങിയവയാണ് നമ്മൾ പഠിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങളാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് ചില അവകാശങ്ങൾ തരുന്നുണ്ട്. അത് നമ്മളെ നല്ല രീതിയിൽ ജീവിക്കാനും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനും വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഗവൺമെന്റിന്റെ മുന്നിൽ ഭരണഘടന ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനും ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മോട് ഭരണഘടന ചില കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഉദാഹരണത്തിന്, നമ്മൾ പ്രകൃതി സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ പുലർത്തണം. മൂന്നാമത്തെ മൊഡ്യൂൾ ഇന്ത്യയുടെ ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണുള്ളത്. അതിൽ പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റുമായിട്ടുള്ള സുപ്രീം കോടതി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും അടങ്ങുന്ന എക്സിക്യൂട്ടീവ്, പാർലമെന്റ് തുടങ്ങിയവയാണുള്ളത്. ഇവരുടെ ഇത്തരം ഓർഗൻസ് ഓഫ് ഗവൺമെന്റിന്റെ ഘടന എന്താണ്, എന്തെല്ലാം അടങ്ങിയതാണ് ഇത്തരം ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, അവരുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ കാര്യമായിട്ട് പഠിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഭരണഘടനയിൽ മാറ്റം എങ്ങനെ കൊണ്ടുവരാമെന്ന് ഭരണഘടന തന്നെ ഗവൺമെന്റിന്റെ മുന്നിൽ ചില കാര്യങ്ങൾ വെക്കുന്നുണ്ട്. ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരാൻ എന്തെല്ലാം പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലുള്ള എലക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. എലക്ഷൻ എങ്ങനെ നടത്തണം, എലക്ഷന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം തരത്തിൽ എലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത്തരം 4 മൊഡ്യൂൾ അടങ്ങിയതാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോഴ്സ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടുള്ള ഒരു ധാരണയും കാഴ്ചപ്പാടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ കോഴ്സ് വളരെയധികം സഹായിക്കും. അതിലൂടെ ഇന്ത്യയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണഘടനയെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.